ഹായ് ഫ്രണ്ട്സ്, എന്നത്തെ പോലെ ഇന്ന് ഞാൻ വന്നിട്ടുണ്ട്. ദാ കണ്ടോക്കിക്കേ, മട്ടൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമുക്കിന്നൊരു മട്ടൻ മന്തിയിലേക്ക് പോയാലോ? ദാ ഇതുപോലെ ഒരു പ്രഷർ കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 20 ലിറ്ററിൻ്റെ ഒരു പ്രഷർ കുക്കറാണ്. കണ്ടോക്കി, ഈ കുക്കറിനകത്തോട്ട് നമുക്ക് മട്ടൻ പറക്കി ഇട്ട് കൊടുക്കാം. ദാ ബിസ്മില്ല, മട്ടനാ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ദാ ഇനി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കച്ചറയെല്ലാം തിളച്ച് വന്ന് കോരിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ച് കൊടുത്ത് വേവിക്കാം. ഇതാ കുക്കറിനകത്ത് ഇറച്ചിക്ക് മട്ടൻ പോലെ വെള്ളം ഒഴിച്ച് നമുക്കിത് തിളപ്പിക്കാനായിട്ട് വെക്കാം. തിളച്ച് വരുമ്പോൾ ഈ വേസ്റ്റ് എല്ലാം കോരി കളയണം. കോരി കളഞ്ഞിട്ട് നമുക്ക് അതിൽ മസാലകളെല്ലാം കൂടെ ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെക്കാം. കണ്ടോ, നമ്മളെ മട്ടൻ തിളച്ച് ഇതാ ഇതുപോലത്തെ ഈ വരുന്ന വേസ്റ്റ് എല്ലാം നമുക്ക് ഇത് കോരി മാറ്റി കളയണം. കണ്ടോ, ഇതുപോലെ ഈ വേസ്റ്റ് കോരി മാറ്റി കൊടുക്കണം. വേസ്റ്റ് എല്ലാം ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. അടുത്തത് അതിലേക്ക് ഇടാൻ പോകുന്നത് ഒരു 6 സവാള ഞാൻ ഇതുപോലെ വലിയ പീസാക്കി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി കണ്ടോ, ഇത് അതിലോട്ട് ഇറച്ചിയിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, നോക്കിക്കാണി. അടുത്തത് ഇതാ നോക്കിക്കാണി, പട്ട, ഗ്രാമ്പു, ബൈ ലീവ്സ്, ബ്ലാക്ക് പേപ്പർ, ഏലക്ക, ഗ്രാമ്പു ഇതെല്ലാം കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ച് വേണം ഇത് ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാൻ. ഇതാ ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് കുക്കർ മൂടി വയ്ക്കാം. ഞാൻ കുക്കർ മൂടി കൊടുക്കുകയാണ്. ഇതാ കുക്കർ നല്ലതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു 2-3 വിസിൽ വരുന്നതുവരെ അതിനുശേഷം നമുക്കിത് ഓപ്പൺ ആക്കാം. ഞാൻ ഫയർ ഓഫാക്കിയാണ്. ഫയർ ഓഫാക്കിയിട്ട് ഇത് തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് ഓപ്പൺ ആക്കാവൂ. കണ്ടല്ലോ, ഞാൻ ഓപ്പൺ ആക്കി കുക്കർ. അടിപൊളിയായിട്ട് ഇറച്ചി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനൊരു ട്രേയിലോട്ട് ഇറച്ചി മാറ്റി കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ട്രേയിലോട്ട് ഞാൻ ഇറച്ചി ഒന്ന് മാറ്റി വെക്കാൻ പോവുകയാണ്. മട്ടൻ ഞാൻ ഈ ട്രേയിലോട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ടു നോക്കിക്കാണി. നമുക്ക് മട്ടൻ തയ്യാറാക്കി വെച്ചതിന് ശേഷം ചോറ് വെക്കാൻ ഒരുങ്ങാം. അപ്പോൾ ഈ മട്ടന് ഞാൻ കുറച്ച് കുങ്കുമപ്പൂവും ഇട്ട് കളറാക്കി റോസ് വാട്ടറും കൂടെ ചേർത്തതാണ്. അപ്പോൾ ഇതിന് ഇറച്ചിയിലോട്ട് ചെറിയ ഒരു കളർ കൊടുക്കണം. മന്തിക്ക് നമുക്ക് ചെറിയ ഒരു കളർ കൊടുക്കണം ഇറച്ചിക്ക്, എന്നാലേ കാണാനൊക്കെ ഒരു മൊഞ്ചുണ്ടാവുള്ളൂ. ഇതിനകത്ത് റോസ് വാട്ടറും പിന്നെ കുങ്കുമപ്പൂവും കൂടെ ചേർത്തതാണ്. ബാക്കിയെല്ലാം ഇറച്ചിയുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് കുക്കറിലെ ചോറുണ്ടാക്കാൻ വേണ്ടിയാണ്. ഞാൻ മന്തിയുടെ ചോറുണ്ടാക്കാൻ ഇവിടെ 3 പാട്ട് അരി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നിങ്ങൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ കുതിർത്ത് വെച്ചാലും ഒരു കുഴപ്പമില്ല. അപ്പം വരുന്ന അനുസരിച്ച് ചോറ്റിന് നീളം കൂടി കിട്ടും. അപ്പം മട്ടൻ്റെ വെള്ളം വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് പോകാം. കുക്കറാണ്. കുക്കർ ഭയങ്കര പൊക്കം. കണ്ടല്ലോ, കുക്കർ വലിയ കുക്കറായതുകൊണ്ട് ഭയങ്കര പൊക്കമായിട്ടാണ് തോന്നുന്നത്. ഞാൻ കുക്കർ ഓണാക്കാൻ പോവുകയാണ്. കണ്ടല്ലോ നിങ്ങൾ, കുക്കർ ഞാൻ ഓണാക്കുന്നുണ്ട്. ആ കുക്കർ വെച്ച് കുക്കർ ചൂടായി. കുക്കറിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുന്നു. ചോറ് വയ്ക്കാനാണ് പോകുന്നത്. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഗ്രാമ്പു, പട്ട, കുരുമുളക്, ഏലക്ക ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ സവാള, ഗാർലിക്ക്, ജിഞ്ചർ ഇതാ ഇവിടെ സവാളയും എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ മട്ടൻ്റെ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലോട്ട് വാട്ടർ ഒഴിച്ച് കൊടുക്കാം. ബിസ്മില്ല, വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ ഞാൻ മൂടി വെച്ച് തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കാം. ഇത് വെള്ളം തിളച്ചിട്ടിട്ടുണ്ട്. നമുക്ക് അരി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ബിസ്മില്ല. ഇറച്ചിയുടെ വെള്ളത്തിന് ഉപ്പുണ്ടായിരുന്നു. ഉപ്പ് നോക്കിയിട്ടേ ഇട്ട് കൊടുക്കാവൂ, അല്ലാതെ നിങ്ങൾ ഇട്ട് കൊടുക്കരുത്. ഇതാ കണ്ടു നോക്കി, അതിൻ്റെ വെള്ളമൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. മട്ടൻ്റെ വെള്ളത്തിന് ഉപ്പ് കറക്റ്റായില്ല. കുറച്ചും കൂടി ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് നോക്കാം വെള്ളം പരുവത്തിനുണ്ടാന്ന്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും ഇതിലോട്ട്. കുക്കർ മൂടി വയ്ക്കാൻ പോവുകയാണ്. കുക്കർ മന്തി തയ്യാറായിട്ടുണ്ട്. ഞാൻ തീ ഓഫാക്കാൻ പോവുകയാണ്. കുക്കർ മന്തി ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ആക്കട്ടെ, ഞാൻ ഓപ്പൺ കണ്ട, ഞാൻ കുക്കറിൽ വെള്ളം ഒഴിച്ച് ഓപ്പൺ ആക്കി വെച്ചേക്കാണ്. കണ്ടല്ലോ, നമുക്കിനി ഇതൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സർവ് ചെയ്യാൻ പോവേണ്. ഇതുപോലുള്ളൊരു വലിയ കാസറോളാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഒന്ന് സർവ് ചെയ്ത് കൊടുക്കാം. ബിസ്മില്ല, ബിസ്മില്ല. കണ്ടോളി മക്കളെ, കണ്ടോളി മക്കളെ. നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ കുക്കറിൽ തട്ടുന്നത്. അത്രയും നോക്കി, ഒരേ ചോറ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഒരേ ചോറ് ഒരാളിനറിയാം അതേമാതിരിയുള്ള റൈസ്. കണ്ടു നോക്കി. കണ്ടല്ലോ നമ്മൾ മാറ്റി വെച്ച മട്ടൻ എടുത്തുകൊണ്ട് വരാം. മന്തിയുടെ
മട്ടൻ വേണമല്ലോ എൻ്റെ മോളിൽ ഇരിക്കാൻ. വാവ്. ഇനി അതിൽ ഡിസൈനും കൂടെയൊക്കെ ചെയ്ത് വെക്കാനുണ്ട്. നമുക്കൊരു ഡിസൈനും കൂടെയൊക്കെ ചെയ്തും കൊണ്ട് വെക്കാം. ഞാൻ 5-6 മുട്ടയും കൂടെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. നമ്മളെ മക്കൾക്കൊക്കെ നല്ല സൂപ്പർ ഇഷ്ടമാണ് മന്തിയിലൂടെ മുട്ട കഴിക്കാൻ. അങ്ങനെ ഞാൻ മുട്ടയും കൂടെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നാരങ്ങ, പച്ചമുളക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഫ്രൈ ഒനിയൻ വേണം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ മതി. ഇതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ കൂട്ടത്തിൽ തന്നെ അവിടെ കുറേ മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ട. അപ്പോൾ മുട്ടയും കൂടെയൊക്കെ ആകുമ്പം നല്ല അടിപൊളിയാണ് കാണാനും. നല്ല മൊഞ്ചൊക്കെ ഉണ്ടാവും. കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ മുട്ട വെച്ച് കൊടുത്ത് അടുത്തത് നമുക്ക് അവിടെ ഒരു പച്ചമുളക് വെച്ച് കൊടുക്കാം. ഇതാ കണ്ടു നോക്കി. ഇതാ പച്ചമുളക് ഡെക്കറേഷൻ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് ഒരേ പീസ് നാരങ്ങയും കൂടെയൊക്കെ വെച്ച് കൊടുക്കാം. ഇതാ ഒരേ പീസ് നാരങ്ങ. നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അതെല്ലാം നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അടുത്ത നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഫ്രൈ ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ കുറച്ച് ഫ്രൈ ഒനിയനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ നിങ്ങൾക്കുള്ള ജീവിതത്തിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു മട്ടൻ മന്തി നിങ്ങൾ കണ്ടിട്ടും കാണൂല, കഴിച്ചിട്ടും കാണൂല. എല്ലാവരും ഒന്ന് വേഗം പോയി ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇതാ കണ്ടു നോക്കിക്കാണി ഞാൻ സർവ് ചെയ്ത് കഴിഞ്ഞു. മട്ടൻ മന്തിയാണ്, കുക്കർ മട്ടൻ മന്തിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് വരണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.